പത്തനംതിട്ട ഏനാത്ത് കാറും വാനും കൂട്ടിയിടിച്ചാണ് അപകടം. അപകടത്തിൽ നടൻ സന്തോഷ് കെ നായർ മരിച്ചു. സന്തോഷിന്റെ ഭാര്യയ്ക്കും പരിക്കുണ്ട്. മോഹിനിയാട്ടമായിരുന്നു സന്തോഷ് കെ നായരുടെ അവസാന ചിത്രം. അപ്പോൾ ഒരു അപകട വാർത്ത, അതിലൊരു നടൻ മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഈ നിമിഷത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. പത്തനംതിട്ട ഏനാത്താണ് കാറും വാനും കൂട്ടിയിടിച്ചുള്ള അപകടമുണ്ടായിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് വരുന്നത്. VS വിഷ്ണു വിവരങ്ങൾ നൽകും. വിഷ്ണു, ഒരു അപകടം, അതിന് പിന്നാലെ ഉണ്ടായ ദാരുണമായ മരണ വാർത്തയാണ് രാവിലെ തന്നെ തേടിയെത്തുന്നത്. എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? എന്തൊക്കെ സംഭവിച്ചു? ഇന്ന് പുലർച്ചയോടെയുണ്ടായ അപകടത്തെ തുടർന്നാണ് നടൻ സന്തോഷ് കെ നായരുടെ മരണവിവരം പുറത്തു വരുന്നത്. അടൂര് ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അപകടമുണ്ടായത്. വളരെയധികം അപകടം നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അടൂർ ഏനാത്ത്. അവിടെ വെച്ച് തന്നെയാണ് ഈ പറയുന്ന നടൻ സന്തോഷ് കെ നായർ സഞ്ചരിച്ച കാറും മറ്റൊരു വാനും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ ആയതുകൊണ്ട് ചിലപ്പോൾ ഈ വാനിൻ്റെ അല്ലെങ്കിൽ ഈ സന്തോഷ് കെ നായർ പോയതാകാം ഈ പറയുന്ന അപകടത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെ സംശയമുണ്ട്. കാരണം ഈ പറയുന്ന അതിവേഗത്തിലായിരുന്നു കാറ് എന്ന തരത്തിലും സംശയമുണ്ട്. രാവിലെ പുലർച്ചെയായിരുന്നു സംഭവം ഉണ്ടായത്. ഏതായാലും ഏത് തരത്തിലാണ് അപകടം ഉണ്ടായത് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇനി CCTV ദൃശ്യം ഉൾപ്പെടെ പുറത്തു വരേണ്ടതുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയിലാണ് അപകടം ഉണ്ടായത്. ഈ പറയുന്ന അദ്ദേഹത്തെ ആ നിമിഷം തന്നെ അപകടം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിരുന്നു കാറിലുണ്ടായിരുന്നത്. ഈ പറയുന്ന ഇവരെ രണ്ടുപേരെയും അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആശുപത്രി പ്രവേശിച്ച സമയത്ത് ഈ സന്തോഷ് കെ നായറിന് ഹൃദയാഘാതം ഉണ്ടായുമെന്ന് വിവരമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അമിതമായി തന്നെ പരിക്കുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിരിക്കുകയാണ്. സന്തോഷ് കെ നായർ, നമുക്കറിയാം, മലയാള സിനിമയിൽ പല സിനിമകളിലും ചെറിയ റോളുകളാണെങ്കിലും അദ്ദേഹത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സിനിമകളിലൊക്കെ നല്ല റോളുകൾ അദ്ദേഹം സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വിജയിച്ച സിനിമയാണ് മോഹിനിയാട്ടം. ആ സിനിമയിൽ അദ്ദേഹം പ്രധാന വേഷം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ അതിദാരുണമായ ഒരു അപകടത്തിൽ അദ്ദേഹം വിട പറഞ്ഞിരിക്കും.